ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ പരിസര പഠനം പാഠപുസ്തകത്തിലെ 5-ാമത്തെ അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കലകളുടെ നാട്. കൂട്ടുകാർക്ക് ഏതെല്ലാം കലകളെക്കുറിച്ച് അറിയാം? കഥകളി, പടയണി, തെയ്യം, തിറ, അങ്ങനെ ഒത്തിരി കലകളെ അറിയാമല്ലേ? നമ്മുടെ നാട് കലകളുടെ നാടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ കലകൾ ഏതൊക്കെയാണെന്ന് കൂടുതലായിട്ട് പഠിച്ചാലോ? പഠിക്കാമല്ലേ? അതിനു മുൻപ് കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അധ്യായം 5, കലകളുടെ നാട്. ഇന്നാണ് നിലീനയുടെ സ്കൂളിലെ ഓണാഘോഷം. അവൾ അച്ഛനോടൊപ്പം സ്കൂളിലേക്ക് വന്നു. അവളുടെ കൂട്ടുകാരികളുടെ അച്ഛനും അമ്മയും നാട്ടുകാരും ഒക്കെ നേരത്തെ തന്നെ എത്തി. അവർ സദ്യയുടെയും മറ്റും ഒരുക്കങ്ങൾ നടത്തുകയാണ്. പൂക്കളം ഒരുക്കേണ്ടത് ആരാണെന്നറിയാമോ? നിലീനയും കൂട്ടുകാരുമാണ്. കൂട്ടുകാരുടെ സ്കൂളിൽ ഓണാഘോഷം നടക്കാറില്ലേ? നടക്കാറുണ്ടല്ലേ? എന്തെല്ലാം ഒരുക്കങ്ങളാണ് നടക്കുന്നത്? ഏതൊക്കെ പരിപാടികളാണ് അതിനു വേണ്ടി നടക്കുന്നത്? പൂക്കളമൊരുക്കും, സദ്യ ഉണ്ടാക്കും, കളികളും മത്സരങ്ങളും ഒക്കെയുണ്ടല്ലേ കൂട്ടുകാരെ? ഒരുമയുടെ ഓണം. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. ഓണം എന്താണ്? നമ്മുടെ ദേശീയ ഉത്സവമാണ് കേട്ടോ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓണത്തിൻ്റെ ഐതിഹ്യം എന്താണെന്നറിയാമോ? കേരളം ഭരിച്ചിരുന്ന നീതിമാനായ മഹാബലി വർഷത്തിലൊരിക്കൽ സ്വന്തം പ്രജകളെ കാണാൻ ഓണക്കാലത്ത് എത്തുന്നു എന്നാണ് ഓണക്കാല ഐതിഹ്യം. വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് നമ്മുടെ ഓണം. ഓണസദ്യയ്ക്ക് ശേഷം നിലീനയും കൂട്ടുകാരും ചേർന്ന് ഓണക്കളികളൊക്കെ കളിച്ചു കേട്ടോ. എന്തൊക്കെ ഓണക്കളികളാണുള്ളത്? വടംവലിയുണ്ട്, പുലിക്കളിയുണ്ട്, അങ്ങനെ ഒത്തിരി കളികളുണ്ടല്ലേ കൂട്ടുകാരെ? അതെ, നമുക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കളിക്കാനല്ലേ കൂട്ടുകാരെ ഇഷ്ടം? അതെ അല്ലേ? നമുക്ക് പലതരത്തിലുള്ള കളികളൊക്കെ അറിയാം. നമ്മളിന്ന് കുറച്ച് നാടൻ കളികളെക്കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. കളികളൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലേ? ഓരോ പ്രദേശത്തും കാലങ്ങളായി നിലനിൽക്കുന്ന കളികളാണ് നാടൻ കളികളെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നാടൻ കളികളെന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഓരോ പ്രദേശത്തും കാലങ്ങളായി നിലനിൽക്കുന്ന കളികളാണ്. കൂട്ടുകാർക്ക് ഏതൊക്കെ നാടൻ കളികൾ അറിയാം? ഓലപ്പന്ത്, കബഡി കളി, എറിപ്പന്ത്, കുട്ടിയും കോലും, ഇതൊക്കെ നാടൻ കളികളല്ലേ? അതെ, നമുക്കൊരു നാടൻ കളി പരിചയപ്പെട്ടാലോ? ലഹോറി എന്നാണ് ഈ കളിയുടെ പേര് കേട്ടോ. 2 ടീമുകളായിട്ടാണ് ലഹോറി കളിക്കേണ്ടത്. കൂട്ടുകാരിൽ ചിലർക്കൊക്കെ അറിയായിരിക്കും. 7 തറയോട്ടിൻ കഷ്ണങ്ങളോ അതുപോലെ പരന്ന എന്തെങ്കിലും സാധനങ്ങളോ വേണം എടുക്കേണ്ടത്. ദാ ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ കണ്ടോ. കളിയിൽ ഇതിനെ പറയുന്നത് ചില്ലെന്നാണ്. വലുതിനു മുകളിൽ ചെറുത് എന്ന ക്രമത്തിൽ ദാ ഇവിടെ കൂട്ടുകാർ അടുക്കി വച്ചിരിക്കുന്നത് പോലെ കൂട്ടുകാർ അടുക്കി വയ്ക്കണം. അതിന് ചുറ്റും ഒരു വട്ടവും വരയ്ക്കണം. അവിടെ നിന്ന് കുറച്ച് അകലെ ഒരു വര വരയ്ക്കണം. ആ വരയിൽ നിന്നുകൊണ്ട് ഒരു പന്ത് ചില്ലിലേക്ക് എറിയണം. ചില്ല് വീണാൽ വീഴ്ത്തിയ ടീം അത് അടുക്കി വയ്ക്കാൻ ശ്രമിക്കുന്നു. അടുക്കി വയ്ക്കുന്നതിനിടയിൽ എതിർ ടീമിൻ്റെ എയർ കൊള്ളാനും പാടില്ല. ചില്ല് അടുക്കുന്നത് പൂർത്തിയാക്കിയാൽ ഒരു ലഹോറി. ഒരാൾക്ക് 3 പ്രാവശ്യം എറിയാം. അതിനിടയിൽ എതിർ ടീം പന്ത് നിലം തൊടാതെ പിടിച്ചാൽ എറിഞ്ഞ ആൾ കളിക്ക് പുറത്താവും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ കളി മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇനി കൂട്ടുകാർ കളിക്കുമോ? കളിക്കുമല്ലേ? പേരറിയാതെ ഈ കളി കളിച്ച എത്ര കൂട്ടുകാരുണ്ട്? ഒത്തിരി കൂട്ടുകാരുണ്ടല്ലേ? നാടൻ കളികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി കളി ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ ഒത്തിരി കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഓല ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണെന്നറിയാമോ? ഓലപ്പന്ത്, ഓലപ്പീപ്പി, ഓലപ്പാമ്പ്, ഇവയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന നാടൻ കളി ഉപകരണങ്ങളാണ്. നോക്കൂ കൂട്ടുകാരെ, നിലീനയുടെ നാട്ടിലെ ഒരു ഉത്സവ കാഴ്ചയാണ് കൂട്ടുകാർ കാണുന്നത്. ഇഷ്ടമായോ? കൂട്ടുകാർക്കൊക്കെ ഉത്സവം കാണാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? ഉത്സവത്തിന് പോവാറുണ്ടോ? പോവാറുണ്ട്. അവിടെ എന്തൊക്കെ കാണും? ആനയെ കാണാറുണ്ടല്ലേ? പിന്നെയോ ഒത്തിരി കളികളില്ലേ? ഉണ്ട്. അതിനേക്കാളും കൂട്ടുകാർക്ക് കൂടുതൽ ഇഷ്ടം
ഒത്തിരി സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാൻ പറ്റും അല്ലേ? ബലൂണ്, പീപ്പി, കാറ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ കിട്ടും. നിലീനയുടെ ഡയറി കുറിപ്പ് നോക്കൂ കൂട്ടുകാരെ. ഇന്ന് അമ്മയോടൊപ്പം ഉത്സവം കാണാൻ പോയി. വഴിയരികിൽ തൂക്കിയിട്ട കുരുത്തോല തോരണങ്ങൾ, അവയ്ക്കിടയിലൂടെ മാവിലകൾ, അമ്പലമുറ്റത്ത് ഉയർന്നു നിൽക്കുന്ന വലിയ പന്തൽ, അവയിൽ പല വർണ്ണത്തിൽ മിന്നുന്ന ബൾബുകൾ, വർണ്ണക്കുടയും നെറ്റിപ്പട്ടവും വെൺചാമരവുമായി ആനപ്പുറത്ത് എഴുന്നള്ളത്ത്, പുറകിൽ ചെണ്ടമേളം മുറുകുന്നു. ഇനി എന്തൊക്കെ കാഴ്ചകളാണ്! കൂട്ടുകാർ ഉത്സവത്തിന് പോയിട്ടില്ലേ? അപ്പോൾ ഉത്സവത്തിന് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് എഴുതി വയ്ക്കുമല്ലോ അല്ലേ? കൂട്ടുകാർ തൃശ്ശൂർ പൂരം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. കൂട്ടുകാരെങ്കിലും പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടല്ലേ? നോക്കൂ, വള്ളംകളി. ഓണക്കാലം വള്ളംകളിയുടെ കാലമാണ് കേട്ടോ. ആളുകൾ പലതരത്തിലുള്ള വള്ളങ്ങളിൽ താളത്തിൽ വഞ്ചിപ്പാട്ടൊക്കെ പാടി തുഴഞ്ഞു നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. കൂട്ടായ്മയുടെ ആവേശവും ഐക്യവും ഒക്കെ വള്ളംകളിയിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളും പ്രത്യേകതകളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു ഉത്സവ കാലണ്ടർ നിർമ്മിക്കാം കേട്ടോ. മാസം ഏതാണ്, ആഘോഷം ഏതാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. ഒക്ടോബർ മാസം മുഹറമാണ് അല്ലേ? വിശ്വാസിയുടെ പുതുവത്സരമാണ് മുഹറം എന്ന് പറയുന്നത്. ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ആണ്, ക്രിസ്തുവിൻ്റെ ജനനമാണ്. അപ്പോൾ ഓരോ പ്രദേശത്തെയും ഉത്സവങ്ങളും ആഘോഷങ്ങളും വ്യത്യസ്തമാണ്, ശരിയല്ലേ? ജനങ്ങളുടെ കൂട്ടായ്മയുടെയും ഒത്തുചേരലിൻ്റെയും അവസരങ്ങൾ കൂടിയാണ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. ആഘോഷങ്ങളെ കലാരൂപങ്ങൾ കൂടുതൽ ആകർഷകമാക്കി തീർക്കുന്നുണ്ട്. എല്ലാ വർഷവും ഉത്സവത്തിന് കലാപരിപാടികളുണ്ട്. കഴിഞ്ഞ വർഷം കഥകളിയായിരുന്നു, ഈ വർഷം ഓട്ടംതുള്ളലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഓട്ടംതുള്ളൽ കാണുന്നത്. അച്ഛൻ എനിക്ക് ഓട്ടംതുള്ളലിനെ കുറിച്ച് പറഞ്ഞു തന്നു. നിലീനയുടെ ഡയറി കുറിപ്പിലെ ബാക്കി കാര്യങ്ങളാണ് കേട്ടോ. തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചത് ആരാണെന്ന് കൂട്ടുകാർക്കറിയാമോ? കുഞ്ചൻ നമ്പ്യാരാണ്. സമൂഹത്തിലെ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും നർമ്മരസം കലർത്തിയുമാണ് ഈ കലാരൂപം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ തുള്ളൽ 3 വിധത്തിലാണുള്ളത്. അപ്പോൾ നമ്മുടെ നിലീന ആലോചിക്കുകയാണ്. കഥകളിയെക്കുറിച്ചും അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, കഥകളിയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യം നോക്കാം. നമ്മൾ തുള്ളലിനെ കുറിച്ച് പഠിച്ചില്ലേ? ഇനി നമുക്ക് കഥകളിയെക്കുറിച്ച് നോക്കാം. കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപമാണ് കഥകളി. ഇതിൽ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് കഥകളി അഭ്യസിക്കാൻ പറ്റുള്ളൂ. കഥകളി കലകളുടെ രാജാവെന്നാണ് അറിയപ്പെടുന്നത്. മറന്നുപോകരുത്, കലകളുടെ രാജാവെന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. നമ്മുടെ നാട്ടിലെ കലാരൂപങ്ങളിൽ പലതും ആചാരങ്ങളുടെ ഭാഗമാണ് കേട്ടോ. നമുക്കിനി മറ്റു കുറച്ച് കലാരൂപങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. തിരുവാതിരക്കളി നമുക്കറിയാമല്ലേ? ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് അതിന് ചുറ്റും സ്ത്രീകൾ ചുവട് വയ്ക്കുന്ന ഒരു കലാരൂപമാണ് തിരുവാതിരക്കളി എന്ന് പറയുന്നത്. കേരളീയ വേഷമായിട്ടുള്ള സെറ്റ് മുണ്ടും അല്ലെങ്കിൽ സെറ്റ് സാരി ധരിച്ച് ദശപുഷ്പം തലയിൽ ചൂടി കൈകൊട്ടി പാട്ടൊക്കെ പാടിയാണ് തിരുവാതിര കളിക്കുന്നത്. ഇനി നോക്കൂ, കോൽക്കളി. ഇതും മനോഹരമായിട്ടുള്ള മറ്റൊരു കലാരൂപമാണ് കേട്ടോ. വട്ടത്തിൽ നിന്ന് ഒരുമിച്ച് പാടിയും താളത്തിൽ ചുവട് വെച്ചും കൈകളിലെ കോലുകൾ തമ്മിൽ അടിച്ചുമൊക്കെ കളിക്കുന്ന ഒരു കലാരൂപമാണ് കോൽക്കളി എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ചിത്രത്തിൽ ഒത്തിരി കലാരൂപങ്ങളുടെ പേരുകളും അവയുടെ വേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഇത് ചാക്യാർ കൂത്താണ്, മാർഗംകളി, കൂടിയാട്ടം, ദഫ്മുട്ട്, തെയ്യം, കുമ്മാട്ടി, ഒപ്പന, മോഹിനിയാട്ടം, പടയണി ഇവയെല്ലാം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന കലാരൂപങ്ങളാണ്. കൂടുതൽ കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ കൂട്ടുകാർ ശേഖരിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കി വയ്ക്കുക കേട്ടോ. നിലീനയും കൂട്ടുകാരും ചിത്രശില്പ പ്രദർശനം കാണാനായിട്ട് പോയി. അവിടെ കണ്ട ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും ഭംഗി അവരെ വല്ലാതെ ആകർഷിച്ചു. നോക്കൂ, കലകളിലെ പ്രധാന വിഭാഗങ്ങളാണ് ചിത്രകലയും ശില്പകലയും. ചിത്രകലയിലും ശില്പകലയിലും നമ്മുടെ നാട്ടിന് നല്ല പാരമ്പര്യമാണുള്ളത്. ഈ ചിത്രം ഒട്ടുമിക്ക കൂട്ടുകാരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? ആരാണിത് വരച്ചതെന്നറിയാമോ? ലോക പ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ് ഇത്. ഇദ്ദേഹം കേരളീയനാണ് കേട്ടോ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് രാജാ രവിവർമ്മ. നമ്മൾ പറഞ്ഞില്ലേ, കലോത്സവ തയ്യാറെടുപ്പിലാണ് നിലീനയുടെ വിദ്യാലയം. തിരുവാതിരക്കളിയും ഒപ്പനയും ഒക്കെ ഉണ്ട്.
നിലീനയ്ക്ക് പാട്ട് പാടാനാണ് ഇഷ്ടം. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, മാപ്പിളപ്പാട്ട് എന്നീ ഇനങ്ങളിലാണ് നിലീന പങ്കെടുക്കുന്നത്. മഹത്തായ ഒരു സംഗീത പാരമ്പര്യവും നമ്മുടെ കേരളത്തിനുണ്ട് കേട്ടോ. ഇരയിമ്മൻ തമ്പിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പോട്ടെ, ഒരു പാട്ട് പാടിത്തരാം. ആ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് പറയണം. ഓമന തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂ. ഈ പാട്ട് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ. ഈ പാട്ട് എഴുതിയ ആളാണ് ഇരയിമ്മൻ തമ്പി. തൻ്റെ രചനകളിലൂടെ സാഹിത്യ സംഗീത രംഗം സമ്പന്നമാക്കിയ വ്യക്തിയാണ് ഇരയിമ്മൻ തമ്പി. ഇതായിരിക്കുന്ന അദ്ദേഹമാണ്, ചിത്രത്തിൽ കാണുന്നതാണ് ഇരയിമ്മൻ തമ്പി കേട്ടോ. ഈ രാജാവിനെ കൂട്ടുകാർക്കറിയാമോ? അറിയാമല്ലേ. സ്വാതി തിരുനാളാണ്. സംഗീതജ്ഞനായ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ. മലയാളം, സംസ്കൃതം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിട്ട് 500-ലധികം കൃതികളാണ് ഇദ്ദേഹം രചിച്ചിട്ടുള്ളത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടനാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. നാടൻ പാട്ടുകളുടെ രാജാവെന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. കൂട്ടുകാർക്ക് ആരാണെന്ന് മനസ്സിലായോ? കലാഭവൻ മണിയാണല്ലേ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്നും നമ്മുടെ ഓർമ്മകളിലുണ്ട്. അപ്പോൾ ഈ നാടൻ പാട്ടുകൾ പണ്ട് തലമുറയായി പാടി കൈമാറി വരുന്ന ഗ്രാമീണ ഗാനങ്ങളായിരുന്നു. കൃഷി ചെയ്യുമ്പോഴും കൈത്തൊഴിലുകൾ ചെയ്യുമ്പോഴും വിനോദങ്ങളാവട്ടെ, ആചാരങ്ങൾ, ജീവിത രീതികൾ എന്നിങ്ങനെ അനേകം വിഭാഗങ്ങളിലുള്ള നാടൻ പാട്ടുകളാണ് അക്കാലത്ത് നിലനിന്നിരുന്നത്. അപ്പോൾ ഇവർ ഈ പാട്ട് പാടുന്നത് തങ്ങളുടെ ജോലിയുടെ പ്രയാസം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തലമുറകളായി ലഭിച്ച അറിവ്, അനുഭവം എന്നിവ നാടൻ പാട്ടുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു നാടൻ പാട്ട് നോക്കൂ. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നാരപ്പാട്ടൊന്നു പാടാമോ, അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു, അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു. പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നാരപ്പാട്ടൊന്നു പാടാമോ, അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു, അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു. ഇത് കൃഷി സമയത്ത് അവരുടെ കൃഷിയുടെ ജോലി ഭാരം അല്ലെങ്കിൽ ജോലിയുടെ ആയാസം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പാടി ഞാറ് നട്ടിരുന്ന ഒരു പാട്ടാണ് കേട്ടോ. ഞാറ്റുപാട്ടെന്ന് പറയും. അപ്പോൾ ഇതുപോലുള്ള മറ്റ് നാടൻ പാട്ടുകൾ നമുക്ക് ശേഖരിക്കാം കേട്ടോ. ഇനി വടക്കൻ പാട്ടുകളുണ്ട്. മലയാള ഭാഷയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഗാനശാഖയാണ് വടക്കൻ പാട്ടുകൾ. രാജ്യം നാടുവാഴികളുടെ കീഴിലായിരുന്ന കാലത്ത് ആയുധ പരിശീലനം നൽകുന്ന കളരികൾ പ്രവർത്തിച്ചു വന്നിരുന്നു. കളരികൾ കൂട്ടുകാർക്ക് അറിയാമല്ലോ അല്ലേ? അറിയാം. ആളുകൾ തമ്മിൽ തർക്കമോ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളോ വന്നാൽ അംഗം കുറിക്കുക അന്ന് പതിവായിരുന്നു. അംഗത്തിന് വേണ്ടിയിട്ടായിരുന്നു കളരി നടന്നിരുന്നത് കേട്ടോ. ഇരു വിഭാഗവും കരുത്തരായ അംഗച്ചേവകന്മാരെ അംഗം വെട്ടുന്നതിന് നിയോഗിക്കും. അംഗച്ചേവകരായ തച്ചോളി ഉദയനൻ, ഉണ്ണിയാർച്ച തുടങ്ങിയവരുടെ വീരസാഹസികത വർണ്ണിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ എന്നറിയപ്പെടുന്നത്. ഇവിടെ നിൽക്കുന്നു നമ്മുടെ ഉണ്ണിയാർച്ച, ഇത് തച്ചോളി ഉദയനൻ. ഇവരെക്കുറിച്ചുള്ള വീരസാഹസികത വർണ്ണിക്കുന്ന പാട്ടുകളാണ് ഇത് വടക്കൻ പാട്ടുകൾ. ഇനി അടുത്ത് നോക്കൂ, മാപ്പിളപ്പാട്ടുകൾ. തനത് പ്രത്യേകതകളുള്ള കാവ്യരചനകളാണ് മാപ്പിളപ്പാട്ടുകൾ. കേരളീയ സമൂഹത്തിന് മാപ്പിളപ്പാട്ടിനെ പരിചയപ്പെടുത്തിയ മഹാനായ കവിയാണ് മോയിൻകുട്ടി വൈദ്യർ. ആരാണ്? മോയിൻകുട്ടി വൈദ്യറാണ് മാപ്പിളപ്പാട്ടിനെ കേരളത്തിന് സമ്മാനിച്ചത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലേ? നമ്മുടെ കേരളത്തിലെ നാടൻ കലാരൂപങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നാടൻ പാട്ടുകളെക്കുറിച്ചും വടക്കൻ പാട്ടുകളെക്കുറിച്ചും മാപ്പിളപ്പാട്ടുകളെക്കുറിച്ചും ഒക്കെ നമ്മളിന്ന് നന്നായിട്ട് പഠിച്ചു അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? കേരളത്തിലെ കലാരൂപങ്ങൾ പഠിച്ചു, കേരളത്തിലെ ആഘോഷങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു, കലയും ആഘോഷവും കേരള സംസ്കാരത്തെ എങ്ങനെയാണ് മനോഹരമാക്കുന്നതെന്ന് പഠിച്ചു, കേരളത്തിലെ സംഗീത പാരമ്പര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. മാത്രമാണോ, നാടൻ കളികളെക്കുറിച്ചും നാടൻ കളികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന കളി ഉപകരണങ്ങളെ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ ഈ അധ്യായത്തിൽ നന്നായിട്ട് പഠിച്ചു അല്ലേ? അപ്പോൾ ഈ പാഠത്തിൽ തന്നെ അവസാനം കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവ കൂടെ നമുക്കൊന്ന് നോക്കാം, വിലയിരുത്താം. കണ്ടെത്തിയ കലകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. കൂട്ടുകാർ കുറച്ച് കലകളെക്കുറിച്ച് കുറിപ്പ് എഴുതുക കേട്ടോ. രണ്ടാമത്തേത്, പ്രാദേശിക ഉത്സവങ്ങൾ പട്ടികപ്പെടുത്തുക. എന്തൊക്കെയാണ് പ്രാദേശിക ഉത്സവങ്ങൾ? തൃശ്ശൂർ പൂരം, പെരുന്നാളുകൾ, ഉത്സവങ്ങൾ,
പൂരം ഇവയൊക്കെയാണ് പ്രാദേശിക ഉത്സവങ്ങളായിട്ട് വരുന്നത്. കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപങ്ങൾ ഏവ? അപ്പോൾ കൂട്ടുകാർ കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപങ്ങളെക്കുറിച്ചും കുറിപ്പ് തയ്യാറാക്കി എഴുതുക. 4ാമത്തെ ചോദ്യം, യോജിച്ചവ വരച്ചു ചേർക്കൂ. കലകളുടെ രാജാവ് ആരാണ്? കഥകളിയാണ് കലകളുടെ രാജാവ്. സംഗീതം സ്വാതി തിരുനാളാണ്. 500ഓളം പാട്ടുകൾ സ്വാതി തിരുനാൾ എഴുതിയിട്ടുണ്ട്. ഹാസ്യപ്രധാനമായ കല ഏതാണ്? ഓട്ടൻ തുള്ളലാണ് കേട്ടോ. ലോക പ്രശസ്ത ചിത്രകാരനായിരുന്നു രാജ രവിവർമ്മ. തുടർ പ്രവർത്തനങ്ങൾ, കലകളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് സ്കൂളിൽ പ്രദർശിപ്പിക്കുക. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ചിത്രങ്ങൾ കൂട്ടുകാർ തയ്യാറാക്കുക കേട്ടോ. കഥകളി, കൃഷ്ണനാട്ടം, ചാക്യാർകൂത്ത്, മോഹിനിയാട്ടം, കൂടിയാട്ടം. കലാകാരനുമായിട്ട് അഭിമുഖം നടത്താം, കലകളുടെ പ്രദർശനം നടത്താം. അടുത്ത ചോദ്യം, നാടൻ പാട്ടുകൾ ശേഖരിച്ച് അവതരിപ്പിക്കുക. ഇവിടെ ഞാൻ നാടൻ പാട്ടുകളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇത് എഴുതിയെടുക്കുക കേട്ടോ. കുഞ്ഞി കുഞ്ഞി കുറുക്ക, നിനക്കെന്തു വരുത്തം, അതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള പാട്ടാണ്. അടുത്ത് മടിയൻ, നെല്ല് കൊയ്യാൻ വാടാ എനിക്ക് വയ്യൻ്റെ അമ്മേ. അടുത്ത് പൂവാലിപ്പയ്യ്. ഇതെല്ലാം കൂട്ടുകാർ എഴുതിയെടുക്കുക. അടുത്ത് നോക്കൂ, വിവിധ കലാരൂപങ്ങളുടെ മുഖം മൂടി നിർമ്മിക്കുക. ഇതും കൂട്ടുകാർ മുഖം മൂടി പേപ്പറുകളിലൊക്കെ വരച്ച് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 5ാമത്തെ അധ്യായവും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. കലകളുടെ നാട്, നമ്മുടെ നാട്ടിലെ കലകളെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തതല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ച് കാണാം. താങ്ക്